1997 ബ്രസീൽ ഫ്രാൻസ് ഫുട്ബോൾ മത്സരം ഏറ്റവും നിർണായകമായ നിമിഷം. ബ്രസീലിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫ്രീ കിക്ക് എടുക്കുന്നത് ബ്രസീലിന്റെ ഇതിഹാസ താരം റോബർട്ടോ കാർലോസ്. മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ നിമിഷം. ഫ്രീ കിക്ക് തടയാൻ ഫ്രാൻസിന്റെ മുൻനിര പടയാളികൾ നിരന്നുനിന്നു. ഗോൾ പോസ്റ്റ് മുന്നിൽ ഒരു തരി സ്ഥലം പോലും ഇല്ലാതെ അവർ നിരന്നു നിൽക്കുകയാണ്. കാർലോസ് ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നു. ആ ബോൾ കാർലോസ് സൈഡിലേക്ക് അടിക്കുന്നു. ലോകം നിരാശയോടെ തലയിൽ കൈവച്ചു. അതിശയം എന്ന് പറയട്ടെ, ആ ബോൾ കറങ്ങി ഗോൾ പോസ്റ്റിനകത്ത് കയറി ഗോളായി ബ്രസീൽ വിജയിച്ചു. സാധാരണഗതിയിൽ നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഫുട്ബോൾ എങ്ങനെയാണ് കറങ്ങി ഗോൾ പോസ്റ്റിനകത്ത് കയറിയത്? നമുക്കിതിന്റെ ഫിസിക്സ് നോക്കാം. സാധാരണ സ്ട്രെയിറ്റ് ആയി പോകുന്ന ഫുട്ബോൾ എല്ലാ പ്ലേയേഴ്സും അടിക്കുന്നത് സ്ട്രെയിറ്റ് ആയി പോകുന്നു, ബോൾ സ്ട്രെയിറ്റ്ലി പോകുന്നു. എന്നാൽ റോബർട്ടോ കാർലോസ് അടിച്ച ഷോട്ടിൽ ബോൾ പോയത് കറങ്ങിയാണ്, ബോൾ സ്പിൻ ചെയ്താണ് നീങ്ങിയത്. ഈ സ്പിന്നിങ് എഫക്റ്റ് ആണ് ബോളിന്റെ ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാക്കിയത്. നമുക്ക് നോക്കാം. ബോൾ സ്പിൻ ചെയ്യുമ്പോൾ ഈ വശത്ത് ഫുട്ബോൾ അങ്ങോട്ട് കറങ്ങുന്നു, ഈ വശത്ത് ഫുട്ബോൾ ഇങ്ങോട്ട് കറങ്ങുന്നു. രണ്ട് ഭാഗത്തെയും എയർ വെലോസിറ്റിയിൽ വ്യത്യാസം ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. ഇവിടെ ഫുട്ബോളിന്റെ മൂവ്മെന്റ് കൊണ്ട് വെലോസിറ്റി കുറയുന്നു എയറിന്റെ, ഈ ഭാഗത്ത് എയറിന്റെ വെലോസിറ്റി കൂടുന്നു. ഈ വെലോസിറ്റിയിലെ വ്യത്യാസം പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഈ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിസിക്സിലെ മാഗ്നസ് എഫക്റ്റ് എന്ന കാര്യം വെച്ചാണ്. ഈ വെലോസിറ്റി കൂടിയ ഭാഗത്ത് പ്രഷർ കുറയുന്നു, പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഈ ബോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഡിഫ്ലക്ഷനാണ് ഫുട്ബോളിനെ ഗോൾ പോസ്റ്റിനകത്തേക്ക് നയിച്ചത്. ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിസിക്സിലെ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന അടിപൊളി തിയറം വെച്ചാണ്. നമുക്ക് വീണ്ടും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. താങ്ക്